നിങ്ങളൊരു ഫ്രീലാൻസറോ ഡോക്ടറോ ചെറുകിട ബിസിനസ്സുകാരനാണോ? ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബർ വിത്ത് മോണിറ്റൈസ്ഡ് ഇൻകം ഉള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങളോട് ഞാൻ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ വരെ പിഴ വരാനുള്ള സാധ്യതയുണ്ടെന്നറിയുമോ? വെൽക്കം ടു ടാക്സ് ടെയിൽസ് ബൈ SES. ഞാൻ മിഥുൻ. ഇന്ന് നമ്മൾ സെക്ഷൻ 44AA ഓഫ് ഇൻകം ടാക്സ് ആക്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും. എന്താണ് സെക്ഷൻ 44AA ഓഫ് ഇൻകം ടാക്സ് ആക്ട്? സെക്ഷൻ 44AA ഓഫ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചില ആളുകൾ മസ്റ്റായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഈ ആക്റ്റിൽ എന്തൊക്കെ ബുക്സാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് വരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് റാൻഡമായിട്ടൊരു എക്സൽ ഫയലോ ഒരു ഡയറിക്കകത്ത് ചുമ്മാ നമ്മൾ വരുന്ന കണക്കുകൾ എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. കൃത്യമായി പ്രോപ്പറായി ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കാൻ. ഓക്കെ, ഇനി നമുക്കിതിലെ ഏറ്റവും പ്രധാന ഭാഗത്തിലേക്ക് കിടക്കാം. ആരാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? പ്രധാനമായും 3 കാറ്റഗറിയിലുള്ളവരാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിലാദ്യത്തേത് പ്രൊഫഷണൽസ്, രണ്ടാമത്തേത് ബിസിനസ് പേഴ്സൺ, മൂന്നാമത്തേത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യാത്തവർ. ഇതിലാദ്യത്തേത് നമുക്ക് നോക്കാം. പ്രൊഫഷണൽസ്, അതായത് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇങ്ങനെയുള്ളവരാണ് പ്രൊഫഷണൽ ആയിട്ടുള്ളവർ. അവർ കീപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഇൻകം 2.5 ലക്ഷത്തിന് മുകളിൽ പ്രീവിയസ് 3 വർഷങ്ങളിലോ ഉണ്ടെങ്കിലോ, ഈ കറണ്ട് ഇയറിൽ അവരുടെ പ്രെഡിക്റ്റഡ് ഇൻകം 2.5 ലക്ഷത്തിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിലോ അവർ തീർച്ചയായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതായത് ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക, അയാൾ വീട്ടിൽ കൺസൾട്ടേഷൻസ് എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ ഇൻകം ആനുവലി 6 ലാഖിന് മുകളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഡെയിലി കേസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും മെഡിസിൻസ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻവെൻട്രി ബുക്സും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. രണ്ടാമത്തേത് ബിസിനസ് ഓണേഴ്സ്, അതായത് നിങ്ങളൊരു ട്രേഡറോ ഓൺലൈൻ സെല്ലറോ ഒരു ഷോപ്പ് ഓണറോ ഒരു ഹോൾസെയിലറോ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ആളോ ആയിക്കോട്ടെ, നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോൾ നിങ്ങളുടെ വരുമാനം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2.5 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിലോ, നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ 25 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിലോ നിങ്ങൾ തീർച്ചയായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്തൊക്കെ ബുക്സാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ക്യാഷ് രജിസ്റ്റർ, പർച്ചേസ് രജിസ്റ്റർ, സെയിൽ രജിസ്റ്റർ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻവെൻട്രി ഉണ്ടെങ്കിൽ ഇൻവെൻട്രി ബുക്സ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അതായത് ഞാനൊരു ഹോൾസെയിൽ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. എൻ്റെ പ്രീവിയസ് ഇയർ വരുമാനം, അതായത് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയുള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 28 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കാരണം എൻ്റെ ടേൺ ഓവർ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ഇല്ലെന്നും പറഞ്ഞ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടേൺ ഓവർ 25 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇനി മൂന്നാമത്തേത്, അതായത് പ്രിസംപ്റ്റീവ് ഇൻകം ഓപ്റ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്താണ് പ്രിസംപ്റ്റീവ് ഇൻകം എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ഒരു എപ്പിസോഡിൽ, നമ്മുടെ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിസംപ്റ്റീവ് ഇൻകം എന്താണെന്ന് അറിയാനുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോ വാച്ച് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ, അതായത് 44AD, 44ADA, 44AE എന്നിവയ്ക്ക് കീഴിൽ ഓപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് നിങ്ങളുടെ ഇൻകം ലോവർ ആണെങ്കിൽ പോലും നിങ്ങൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ്റെ കീഴിലല്ല വരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ നിങ്ങളുടെ ഇൻകം പ്രിസംപ്റ്റീവ് റേറ്റിൽ താഴെയോ ടോട്ടൽ ഇൻകം എക്സംഷൻ ലിമിറ്റിന് മുകളിലോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചില സാഹചര്യത്തിൽ ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യകത വരികയും ചെയ്യും. ഇനി നമുക്ക് എന്തൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്
ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അണ്ടർ റൂൾ 6F പ്രകാരം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഒരു ജേണൽ, നിങ്ങളൊരു മെർക്കൻറ്റൈൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ജേണൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ലെഡ്ജേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ബില്ലുകളുടെ കാർബൺ കോപ്പീസ്, എക്സ്പെൻസ് വൗച്ചേഴ്സ്. ഇനി നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡെയിലി കേസ് രജിസ്റ്ററും, നിങ്ങൾ അവിടെ മരുന്നുകൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവെൻട്രി ബുക്സും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇനി നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഈ റൂള് പ്രകാരം പ്രത്യേകിച്ച് എന്തൊക്കെ ബുക്സാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് റൂളിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോമൺ സെൻസ് പ്രകാരം നമ്മൾ തീർച്ചയായിട്ടും സെയിൽസ് ആൻഡ് പർച്ചേസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതേപോലെ ക്യാഷ് ബുക്കും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എക്സ്പെൻസ് വൗച്ചേഴ്സ്, നിങ്ങൾക്ക് ഇൻവെൻട്രീസ് ഉണ്ടെങ്കിൽ ഇൻവെൻട്രി ബുക്സും നിങ്ങൾ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് കടക്കാം. അതായത് നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ നിയമപ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരാളായിട്ടും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് 25,000 രൂപയുടെ പിഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരാളാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് തരാം. അതായത് നിങ്ങൾ ലീഗലി ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരാളല്ലെങ്കിൽ പോലും നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു സാലറീഡ് അല്ല, നിങ്ങളൊരു ബിസിനസ്സുകാരനോ നിങ്ങളൊരു ട്രേഡറോ നിങ്ങളൊരു ഷോപ്പ് നടത്തുന്നവരോ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇത് പല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾക്ക് GST ഫയൽ ചെയ്യുന്ന സമയത്ത്, ഒരു സ്ക്രൂട്ടിനി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു ലോൺ അക്വയർ ചെയ്യാൻ പോകുമ്പം അതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, അങ്ങനെ പല രീതിയിൽ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളൊരു ട്രേഡറോ നിങ്ങളൊരു ഡോക്ടറോ നിങ്ങളൊരു ഷോപ്പ് നടത്തുന്നയാളോ നിങ്ങളുടെ ഓൺലൈൻ സെല്ലറോ ആയിക്കോട്ടെ, നിങ്ങൾ നോട്ടീസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ഭയങ്കരമായ രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതുപോലുള്ള വീഡിയോകൾക്കായി തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ടാക്സ് ടെയിൽസ് ബൈ SCS. സ്റ്റേ കംപ്ലൈൻറ്റ്, സ്റ്റേ ഷാർപ്പ്. Thank you.